അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ಹೊಂದಾಣಿಕೆ ಕೊರತೆ ಯಾರಾയിട്ട് പോയിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കന്തക്ക ಯಾರಾയിട്ടുണ്ട്. ಹೊಂದಾಣಿಕೆയില്ല, എല്ലാ വിഷയത്തും ജട്ടാപ്പിറ്റി, അവസാനം അത് ഡൈവോഴ്സ് എത്തുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുള്ള ന്യൂ ജനറേഷൻ്റെ പുതിയ മകിലായിട്ട് വേണ്ടതായ ആണ് പെണ്ണിൻ്റെ ഇടയിൽ ಹೊಂದಾಣಿಕೆ ಕೊರತೆ എടുത്ത് കാണുന്നുള്ളൂ. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് ആൻ്റെ ഭാഗത്തുള്ള യാറ ഫോൾട്ടിനായിട്ട് കാണാൻ സാധ്യമായിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് പെഞ്ഞായുടെ കറക്റ്റ് മനസ്സിലാക്കാണ്ട്, അവളുടെ മനസ്സിൽ അർത്ഥാക്കാണ്ട്, ಹೊಂದಾಣಿಕೆയിൽ പോവാണ്ട്, പിന്നെ പെഞ്ഞായിമാരെ ബേജാറാക്കുന്നതും അങ്ങനെ മനസ്സ് തുമ്പലാക്കുന്നത് ആൻ്റെ ഭാഗത്തുണ്ടാവുന്നതായ ഒരു വലിയൊരു ഒരു തപ്പായിട്ടിരിക്കും. ഒരാണിന് പെണ്ണില്ലാണ്ട് ജീവിക്കുമോ സാധ്യമേ അല്ല. കാരണം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം നമുക്ക് ഓർത്തുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ നിഅമത്തും ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ ആസ്വദിച്ചെങ്കിലും ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്തിൽ എന്തോ ഒരു കുറത്തെ അള്ളാഹു മനസ്സിലാക്കിയ അപ്പായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത്. അപ്പം അത് ഹവ്വാ ബീവി റളിയല്ലാഹുവിൻ്റെ ജോഡിയായിട്ട് പറഞ്ഞ ആദം നബി അലൈഹി സ്വലാം വല്ലാത്ത സന്തോഷത്തിൽ പാരാടിപ്പോയിട്ട്, ഭാര്യ കുസിയായിട്ട് ആദം നബി അലൈഹി സ്വലാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചെന്ന മിൻ ആയാതി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, അള്ളാഹുടെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതായിട്ട് നിങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ജോഡി അള്ളാഹു സൃഷ്ടിച്ചിട. ആ പെണ്ണ് ജോഡി അതെന്തി ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം കിട്ടുമായിട്ട് നിങ്ങൾ ആ പെണ്ണിന് മുഖാന്തരം സമാധാനം തേടി കൊണ്ടാറ്. നോക്കുന്ന സ്വർഗ്ഗലോകത്തിലെ എല്ലാ നിയമത്തും ആയെങ്കിലും ആദം നബി അലൈഹി സ്വലാം അതിൽ സമാധാനം വലിയ കിട്ടിയില്ല. പിന്നെ സമാധാനം ഇപ്പം കിട്ടിയേ ഹവ്വാ ബീവിയെ ജോഡിയാക്കിയിട്ട് പടച്ചു പുറത്തപ്പാറായിരിക്കും. അപ്പോൾ ആണ് സമാധാനത്തിൽ ദുനിയാവ് ജീവിക്കൊണ്ടിട്ടായിരുന്നു പെണ്ണ് ആവശ്യമായിരിക്കും. അപ്പോൾ ജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, ആ ആണ് പെണ്ണിൻ്റെ ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിർസപ്പാടും കാരുണ്യവും കിർഫവും അള്ളാഹു ഇട്ടത് അള്ളാഹുടെ ദൃഷ്ടാന്തമായിട്ട് കിട്ടും. അപ്പോൾ ആണ് പെണ്ണിൻ്റെ ഇടയിൽ മാപ്പിള പെഞ്ഞാൻ്റെ ഇടയിൽ അള്ളാഹു വിശേഷമായ പിർസപ്പാട് ഇട്ട് കൊടുത്ത. അപ്പോൾ ഏതോ ഒരു റായത്തെ, ഏതോ ഒരു മനത്തനത്തെ, ഒരു കുടുംബത്തെ ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ പെണ്ണിടെ അവളുടെ ഉമ്മ, അബ്ബ, അവളുടെ കുടുംബക്കാർ, ഇലയമുത്ത് എല്ലാവരും വിട്ടിട്ടു. ആ പെണ്ണ് എൻ്റെ ലൈഫ് വന്നാൽ ചെല്ലുമ്പോൾ ആ പെണ്ണിടെ അർത്ഥാക്കിയിട്ട് ആ പെണ്ണിന് എല്ലാ നിലക്കും നിർഭയത്വം കൊടുക്കുന്നത്, അഭയം കൊടുക്കുന്നത് പ്രത്യേക ആൻ്റെ കടമയായിട്ട് അവൾ അത്ര വലിയ ത്യാഗമാക്കിയിട്ട് എല്ലാവരും വിട്ടു വന്നിട്ടില്ലേ. അപ്പോൾ അതും അതേ മിയാവലെ വലിയ ത്യാഗം. അല്ലാണ്ട് പെണ്ണിടെ മനസ്സ് നിങ്ങൾ പൂപ്പോത്ത മനസ്സായിട്ട് ആ മനസ്സിൽ നിങ്ങൾ എത്ര പിരിസ കാട്ടുന്നത് അതിനാട്ടി ഇരട്ടി പിരിസ തിരിച്ചവൾ നമുക്ക് കാട്ടുന്നത്. ആ പെണ്ണ് നിങ്ങൾ ആക്കുന്നതായ ചെറിയ ത്യാഗ പിന്നെ അത് ഡബിളല്ലാതെ എത്തമാ ഇരട്ടി ലാഭം നമുക്ക് എടുക്കോ. അവളുടെ മുഖാന്തരം നമുക്ക് മക്കൾ കിട്ടും. അവളുടെ മുഖാന്തരമേ ഞങ്ങൾ സീക്കിലായി പോയെങ്കിൽ, ഞങ്ങൾ അപകടത്തിൽ പെട്ടുപോയെങ്കിൽ ഞങ്ങൾ എല്ലാ നിരക്കും പ്രൊട്ടക്ഷനും ഞങ്ങൾക്ക് എല്ലാ നിരക്കുള്ള ചാക്കരി അവൾ ആക്കി തണ്ടാകും. ഞങ്ങൾക്ക് ചോക്കരി ആക്കി തണ്ടതും ഞങ്ങൾ ഔത്തരെ ശബ്ദത്തിൽ സ്വച്ഛമായിട്ട് വെക്കുന്നതും എല്ലാം പെണ്ണ് ചെന്നെങ്കിൽ ഒരു ത്യാഗത്തെ തിരുമൂർത്തിയും ചെല്ലാം. അപ്പോൾ ആ പെണ്ണിടെ മനസ്സ് ബേജാറാക്കുന്നതും ആ പെണ്ണിടെ ഹിയാരിസുള്ളതും ആ പെണ്ണിന് റെസ്പെക്റ്റ് കൊടുക്കാതെ അവളുടെ കുടുംബക്കാരെ ജരയിടത് ഇതെല്ലാം ആണാക്കുന്നതായ കുകൃത്യമായിട്ട് ആ കുകൃത്യത്തെ കാരണം കൊണ്ടും ആ പെണ്ണിന് മനസ്സിന് ബേജാറായിട്ട് അവൾ ഞങ്ങളെ മാത്രം റിജക്റ്റ് ആക്കി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത അന്ധകാലത്തിൽ മുങ്ങി പോകണ്ടു. നിങ്ങളെ ആരോഗ്യം ഇപ്പം ശാശ്വതമല്ല. എപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ കിടത്തത്തിലായെങ്കിൽ നിങ്ങളെ നോക്കുക ആരും കിട്ടല്ലേ, നിങ്ങളെ പെഞ്ഞയല്ലാണ്ട് ആരും മണ്ടില്ല. ഞങ്ങൾക്ക് അങ്ങനതായ ഞങ്ങൾ പെങ്ങന്മാർക്ക് ഞങ്ങൾക്ക് അങ്ങനതായ മാപ്പിളമാറിക്കിടാതല്ലേ. അപ്പോൾ ഞങ്ങൾ നോക്കൊണ്ട് ഞങ്ങൾ പെഞ്ഞയമാരെ ഞങ്ങൾക്ക് പെയ്യും. അപ്പോൾ ആ പെഞ്ഞയമാരെ ഞങ്ങൾ കറക്റ്റ് വെച്ചുകൊണ്ടും അങ്ങനെ ആകാംക്ഷ പോലീസ് കൊടുക്കുന്നത് നാലുമേ കടമയായിട്ട് കിട്ടും. ഇന്നത്തെ ചില ബാലക്കാർ പെഞ്ഞയമാർക്ക് അടിക്കുന്നതും പെഞ്ഞായ്മാരെ മേലെ ദൗർജന്യമാക്കുന്നത് കണ്ടിട്ടുള്ളൂ. വാസ്തവത്തിൽ അതെല്ലാം ശാപത്ത് കാരണമാവും. നമുക്കായിട്ട് എല്ലാം വിട്ടു വന്ന ആ പെണ്ണിടെ കണ്ണട തന്നെ മാത്രം നമുക്ക് എടുത്തെങ്കിൽ ആ കണ്ണട തന്നെ നമുക്ക് ശാപമാവുമോ. അതുകൊണ്ട് ആ വിഷയത്തിൽ വലിയ ജാഗ്രത വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ചില ആൽമാർ പെഞ്ഞൈമാരെ മേലെ ദൗർജന്യമാക്കിയിട്ടിരുന്നാർ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തു ലാ തദ്രിബൂ ഇമാ അല്ലാഹ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പെഞ്ഞൈമാരെ അടിക്കോ തീരാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദേശം കൊടുത്തു. ഈ ഒരു ആദേശപ്രകാരം സ്വഹാബത്ത് പെഞ്ഞൈമാരെ അടിക്കുന്നതെല്ലാം സ്റ്റോപ്പാക്കിയാൽ ചില അത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ആജ്ഞരെ പാലനയാക്കുന്നത് സ്വഹാബത്ത് അത്രയും ഒരു ഉഷാറായിട്ടുണ്ടാണ്. അതുകൊണ്ട് അവരെല്ലാവരും പെഞ്ഞൈമാരുടെ അടിക്കുന്ന വിഷയത്തിലാണ് പിന്നെ ആ ഭാഗത്ത് ചിന്തിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചിട്ട്. അപ്പോൾ അത് പിന്നെ മദീനത്തുള്ളതായ പെണ്ണിങ്ങൾ ഭാര്യക്കൊസി ഇന്ന് മാപ്പിളമാരുടെ അടി നമുക്ക് പോലില്ല ചെന്നിട്ട് തെല്ല് പെണ്ണിങ്ങൾ പാടവ് തുടങ്ങിയത് അവത്തിലു മാപ്പിളമാർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അതിൽ കുറഞ്ഞു പോയിട്ട്. അപ്പോഴായിരിക്കും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്ന് നിസാഉ അലാ അസ്വാജിഹിന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ
പെണ്ണുങ്ങളും അടിക്കണ്ട ചെന്നത് കാരണം കൊണ്ട് ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം ഭാര്യ ജോറായിടാറ് അങ്ങനെ നിന്നിട്ടുള്ള അനുസരണക്കേട് നിരന്തരമായി നടന്നിട്ടുണ്ട് നബിയെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ മേൽഭാഗം തുടങ്ങിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് അങ്ങനെ തീരെ അടിക്കണ്ടെന്നാ ചെല്ലില്ല ആവശ്യം പെല്ലാം എന്താ കൊണ്ട് അടിക്കും ബിസിയാകാതെ വീണ്ടും കറങ്ങുന്നുണ്ടല്ലേ ചില അടിച്ചില്ലെങ്കിൽ സാധ്യമല്ലേ അപ്പോൾ ചിലർ വെച്ച് തറവാട്ട് തൊന്തരല്ല ചെന്ന് ഇപ്പോൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഒരു ആദേശം കിട്ടിയപ്പോൾ സ്വഹാബത്ത് ഭാര്യ വസിയായി അങ്ങനെ എല്ലാം ഒന്നും തർസെല്ലാം അങ്ങ് തീർത്താറുമിട്ടു പെണ്ണുകളുടെ അങ്ങനെ ബിആലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുന്ന അങ്ങനെ ആണുങ്ങൾ നിന്നിട്ട് അടിത്തിൻ്റെതായ പെണ്ണുങ്ങ അവത്തിൽ അടികൂടത് സൈക്കാവാണ്ട് അങ്ങ് എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമായിട്ട് വന്നിട്ട് കംപ്ലൈൻറ്റ് ചെന്നാറ് അങ്ങനെ വിധങ്ങൾ ഡയറക്റ്റ് ചെന്നല്ലോ അപ്പോൾ ഭാര്യമായിട്ട് വന്നിട്ട് എല്ലാം കംപ്ലൈൻറ്റ് ചെലവ് തുടങ്ങിയാൽ അങ്ങനെ ആ വിഷയം ഭാര്യമാരും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുവാട്ടിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ലഖദ് ത്വാഫ ബിആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുന്ന ലൈസ ഉലൈക ബിഖിയാരിക്കും എൻ്റെ ഔത്തു എൻ്റെ പെഞ്ഞാമായിട്ടുള്ള കുറേ പെണ്ണിങ്ങനെ കംപ്ലൈൻറ്റ് വന്നത് അത് കണ്ടു പെണ്ണിങ്ങൾ അടിക്കൽ വിഷയത്തിൽ കംപ്ലൈൻറ്റ് വന്നത് ആണിങ്ങൾ അടിച്ചോണ്ടുള്ളതാണ് അതുകൊണ്ട് ആരെങ്കിലും പെണ്ണിങ്ങൾ അടിക്കാറുണ്ടെങ്കിൽ ആണിങ്ങൾ ലൈസ ഉലൈക ബിഖിയാരിക്കും നിങ്ങൾ കൂട്ടത്തിൽ അവർ ഹൈറായ ആൾമാരല്ല ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈറ പെണ്ണിങ്ങൾ അടിക്കണങ്ങ പെണ്ണുങ്ങളെ മേൽ ദൗർജന്യാക്കണങ്ങ മനസ്സിൽ വേദനിപ്പിക്കണങ്ങ അങ്ങനെ ഹൈറായ ആൾമാരല്ല ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഒരിക്കലും ഹൈറായ ആൾമാരാകാൻ സാധ്യതയില്ല അതുകൊണ്ട് പെണ്ണുങ്ങളെ മനസ്സ് അറിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അർത്ഥാക്കിക്കൊണ്ട് പോകുന്നതും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഉടക്ക് വന്നെങ്കിൽ അതിനെ സമാക്കിക്കൊണ്ട് പോകുന്നതെല്ലാം ആനകളെ കയ്യിലേക്കിടെ ആ വിഷയത്തിൽ പെണ്ണുങ്ങൾ കൂടി ആനകളെ സഹകരിച്ചിട്ടും ആനകൾ അന്നും അങ്ങനത്തെ ഒരു ടെൻഷൻ ആയിക്കടെ അപ്പോൾ പിന്നെ നമുക്ക് കുറെ അങ്ങ് ടെൻഷൻ കൊടുക്കാണ്ട് എല്ലാം അങ്ങനെ അങ്കും ഒരു നമ്മളെ സമാധാനത്തെ പെരുമാറ്റം അങ്കും നമ്മൾ കാണിച്ചു കൊടുക്കണം അങ്ങനെ ആണു പെണ്ണിൻ്റെ ആ ദാമ്പത്യ ജീവന അതിലെ സുമധുരമായ ക്ഷണത്തെ അനുഭവിക്കുന്നു ജെൻഡാലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ ഖണ്ഡിതമായിട്ടും ഞങ്ങളെ ബംഗാറാവുന്ന സംശയമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എല്ലാ ദമ്പതിമാരും അല്ലാഹു നല്ല ഐക്യത്തോടു കൂടെ പിരിസപ്പോടു കൂടി ജീവിക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം